ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. قال الله تعالى في القرآن الكريم بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. സദഖല്ലാഹുൽ അസീം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, മറ്റു നാട്ടുകാരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തിൽ പോലെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് നമുക്ക് ഏവർക്കും പരിചയമുള്ള ഒരു സൂറത്താണ്. ഈ ഒരു അധ്യായം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ്. കഅബ തവാഫിന് ശേഷമുള്ള നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമായിരുന്നു ഓതിയിരുന്നത്. ഇതേ രണ്ട് സൂറത്തുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിലും മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സൂറത്തുൽ കാഫിറൂൻ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലാനായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സൂറത്ത് ഇറങ്ങാനുള്ള കാരണത്തെക്കുറിച്ച് വന്നുള്ള റിപ്പോർട്ടുകളുടെ ചുരുക്കം ഇങ്ങനെയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില ഖുറൈശി പ്രമാണിമാർ വന്ന് പറയുകയാണ്, ഏ മുഹമ്മദേ, നിങ്ങളുടെ മതത്തെ ഒരു വർഷം ഞങ്ങളും ഞങ്ങളുടെ മതത്തെ ഒരു വർഷം നിങ്ങളും ആരാധിക്കുക. അത് ഞങ്ങളുടെ മതമാണ് ശരിയെങ്കിൽ അതിൽ നിങ്ങളും, നിങ്ങളുടെ മതമാണ് ശരിയെങ്കിൽ അതിൽ ഞങ്ങളും ഭാഗമാകാമല്ലോ. ഇതിന് മറുപടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ് സൂറത്തുൽ കാഫിറൂൻ. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പറയുക, ഏ സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. എനിക്ക് എൻ്റെ മതവും നിങ്ങൾക്ക് നിങ്ങളുടെ മതവും. പ്രിയമുള്ളവരെ, ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിലേക്ക് പങ്കുചേർക്കാൻ മറ്റാരുമില്ല എന്നതാണ്. ഇങ്ങനെ നമ്മൾ അല്ലാഹുവിലേക്ക് ഒരാളെ പങ്കുചേർക്കുകയാണെങ്കിൽ അത് ശിർക്കിന്റെ ഭാഗമായി മാറുന്നതാണ്. ശിർക്ക് എന്ന് പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരിയേതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.